ഇത് പശ്ചിമഘട്ട മലനിരകളുടെ രാത്രി ദൃശ്യം. ഉദയസൂര്യൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന വിശാലമായ പ്രദേശം നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ്. കേരളം മുതൽ അങ്ങ് ഗോവ വരെ നീണ്ടുകിടക്കുന്ന ദക്ഷിണ ഹിമവാനാണ് പശ്ചിമഘട്ട മലനിരകൾ. സമുദ്രനിരപ്പിൽ നിന്നും 1 കിലോമീറ്ററോളം ഉയരത്തിൽ നിൽക്കുന്ന പല പ്രദേശങ്ങളും ഈ മലനിരകൾക്കിടയിലുണ്ട്. അതിലൊന്നാണ് പെരിയാർ മേഖല. ഈ കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 881 മീറ്റർ ഉയരത്തിലാണ് പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളത്തിലേറെ ചർച്ചാവിഷയമായ മുല്ലപ്പെരിയാർ ഡാമാണ്. 1895 ബ്രിട്ടീഷ് കേണലായ കേണൽ ജോൺ പെനിക്യുക്കാണ് ഈ ഡാം നിർമ്മിച്ചത്. ചതിയിലൂടെ പണിതുയർത്തിയ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വാട്ടർ റൂട്ടാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ആദ്യമായി മുല്ലപ്പെരിയാർ എങ്ങനെ ഉണ്ടായി എന്ന് കാണാം. ഈ കാണുന്നത് മുല്ലയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമസ്ഥാനമാണ്. ശിവഗിരി മലനിരകളിൽ നിന്നുമാണ് മുല്ലയാറും പെരിയാറും ഉത്ഭവിക്കുന്നത്. ഞാനിപ്പോൾ ട്രാക്ക് ചെയ്യുന്നത് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ്. ശിവഗിരി മലനിരകളുടെ ഉച്ചിയിൽ നിന്നും പെരിയാർ ഉത്ഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതിനപ്പുറം തമിഴ്നാടാണ്. ഇവിടെ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാർ നീർച്ചാലുകളായി താഴേക്കൊഴുകി അത് പിന്നെ ഒരു തോടിന് സമാനമായി വീണ്ടും താഴേക്കെത്തുമ്പോൾ ഒരു നദിയായി മാറുന്നു. അതാണ് പെരിയാർ നദി. ഇനി നമ്മൾ പോകുന്നത് മുല്ലയാറിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്കാണ്. മുല്ലയാറും ശിവഗിരി മലനിരകളുടെ മറ്റൊരു ഭാഗത്തു നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇതും നീർച്ചാലായി താഴ്ന്ന പ്രദേശങ്ങളിലൂടെ ഒഴുകി പിന്നീട് ഒരു നദിയായി മാറുകയാണ്. അതാണ് മുല്ലയാർ. മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്തു നിന്നും ഈ 2 നദികളും ഒരുമിച്ച് മുന്നോട്ടൊഴുകുമ്പോൾ അത് മുല്ലപ്പെരിയാറായി മാറുന്നു. മുല്ലപ്പെരിയാർ നദി മുന്നിലേക്ക് ഒഴുകിയെത്തുമ്പോൾ പെരിയാറിൻ്റെ വിശാലമായ മലനിരകളുടെ ഇടയിൽ വലിയൊരു തടാകമായി മാറുകയാണ്. അവിടെയാണ് പെനിക്യുക്ക് അണകെട്ടി നിർത്തിയിരിക്കുന്നത്. ഈ അണക്കെട്ടാണ് 129 വർഷം പഴക്കമുള്ള നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. നമ്മുടെ എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല എന്നറിയാം. കാരണം നമ്മുടെ സ്ഥലത്ത് നിൽക്കുന്നെങ്കിലും പ്രയോജനം തമിഴ്നാടിനാണ്. തമിഴ്നാടിന് പ്രയോജനമുണ്ടാകുന്നതുകൊണ്ടല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്. കേരളത്തിൽ നിൽക്കുന്ന ഈ ഡാമിൻ്റെ പൂർണ്ണ നിയന്ത്രണവും തമിഴ്നാടിനായതുകൊണ്ടാണ്. മുല്ലപ്പെരിയാറിൻ്റെ കാലപ്പഴക്കം വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഓരോ മഴക്കാലവും ഭയത്തോടെയാണ് കേരളക്കര ഈ ഡാമിനെ നോക്കുന്നത്. ഈ കാണുന്നത് മുല്ലപ്പെരിയാറിൻ്റെ ബേബി ഡാമാണ്. ബേബി ഡാമിലെ സുർക്കി മിശ്രിതം ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ഈർപ്പം കാരണം ബേബി ഡാമിന് മുൻഭാഗം ഒരു വലിയ ചതുപ്പ് നിലമായി മാറിയിരിക്കുകയാണ്. ഒരു ആന ഇറങ്ങി നിന്നാൽ പോലും മുഴുവനായും പുതഞ്ഞു പോകും. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, എല്ലാ ഡാമുകളിലും സന്ദർശകർക്ക് അനുവാദമുണ്ട്. എന്നാൽ തമിഴ്നാടിൻ്റെ വാക്കിൽ വളരെയധികം സ്ട്രോങ് ആണെന്ന് പറയുന്ന ഈ മുല്ലപ്പെരിയാർ കാണാൻ മലയാളി എന്നല്ല ഒരു മനുഷ്യനും അനുവാദമില്ല. അതെന്താണ് അങ്ങനെയെന്ന് ഇപ്പോഴും പിടിയില്ല. അഡ്വക്കേറ്റ് റസൽ ജോയ് സാറിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ ഈ ഡാം മലയാളികൾ സന്ദർശിച്ചാൽ ഭയന്നു പോകുമെന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കാം കാരണം. കാഴ്ചയിൽ പുറമേ ഭംഗിയുണ്ടെങ്കിലും വെള്ളം നന്നായി കുറഞ്ഞ ഒരു സമയം ഡാമിൻ്റെ അടിഭാഗം ദൃശ്യമായിരുന്നു. ആ ദൃശ്യം കണ്ടാണ് കേരളക്കര ഒന്നാകെ ഞെട്ടിയത്. വളരെ വലിയ പോടുകളാണ് അടിഭാഗത്ത് ദൃശ്യമായത്.
കോൺക്രീറ്റുകൾ പലതും ഒലിച്ചു പോയിരുന്നു. ഒരു കാരണവശാലും ഡാമിന് അടിഭാഗത്ത് മെയിൻ്റനൻസ് വർക്ക് നടക്കില്ല. എൻ്റെ സബ്ജക്റ്റ് ഡാമിൻ്റെ പഴക്കനിർണയമല്ലാത്തതുകൊണ്ട് ബലഹീനതയെപ്പറ്റി തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ ഓൾറെഡി പല ചാനലുകളിലും വന്നിട്ടുള്ളതാണ്. ഞാനിവിടെ കാണിക്കുന്നത് മുല്ലപ്പെരിയാർ പൊട്ടിയാലോ മുല്ലപ്പെരിയാറിൻ്റെ സ്പിൽവേ തുറന്നാലോ ഡാമിലെ വെള്ളം അറബിക്കടൽ വരെ എത്തുന്നതിൻ്റെ വാട്ടർ റൂട്ടാണ്. നിലവിൽ മലയിടുക്കുകളുടെ ഗ്യാപ്പിലൂടെ ഒഴുകുന്ന ഡാമിലെ വെള്ളം ഒരുപക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ മലകൾ തകർത്തൊഴുകിയേക്കാം. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം ആദ്യം ഒഴുകിയെത്തുന്നത് വള്ളക്കടവെന്ന ഗ്രാമത്തിലാണ്. മുല്ലപ്പെരിയാറിൽ നിന്നും വള്ളക്കടവിലേക്കുള്ള ദൂരം വെറും 5.5 കിലോമീറ്ററാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ കൃത്യമായി വ്യക്തമല്ല. എങ്കിലും ഈ വള്ളക്കടവിൽ ഒട്ടനവധി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വള്ളക്കടവിലെ ഭൂപ്രകൃതി തന്നെ മാറിപ്പോകും വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കടക്കും. തുടർന്ന് മുന്നോട്ടൊഴുകുന്ന പെരിയാർ രണ്ടാമതായി ചെന്നെത്തുന്നത് വണ്ടിപ്പെരിയാറിലേക്കാണ്. വള്ളക്കടവിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്കുള്ള ദൂരം 8 കിലോമീറ്ററാണ്. 40,809 പോപ്പുലേഷനാണ് 2024 കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 20,281 പുരുഷന്മാരും 20,528 സ്ത്രീകളുമാണ്. ഈ പ്രദേശവും കടന്ന് മുന്നോട്ടൊഴുകുന്ന പെരിയാർ നെല്ലിമല പരിസര പ്രദേശം വഴി കീരിക്കരയിലൂടെ ഒഴുകി പെരിയാറിനോട് ചേർന്ന് ചെറിയ ഗ്രാമപ്രദേശങ്ങൾ വഴി ഉപ്പുതറ ഭാഗത്തേക്ക് എത്തുന്നു. അവിടുന്ന് അയ്യപ്പൻകോവിൽ വഴി ഇടുക്കി റിസർവോയറിൻ്റെ പല കൈവഴികളും സംഗമിക്കുന്ന സ്ഥലത്തേക്ക് വന്നെത്തുന്നു. അവിടെ നിന്നും ഇടുക്കി ജലസംഭരണിയിലേക്ക് പ്രവേശിച്ച് ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിവ ചേർന്ന ഇടുക്കി ഡാമിലേക്ക് എത്തുന്നു. നിലവിൽ ഇതാണ് മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കി ഡാമിലേക്ക് വെള്ളമൊഴുകുന്നതിൻ്റെ വാട്ടർ റൂട്ട്. ഡാം പൊട്ടുകയാണെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാകാം ജലപ്രവാഹം. എന്തായാലും ഏതുവഴിയെങ്കിലും ഇടുക്കി ഡാമിൽ എത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതും വളരെ വേഗത്തിൽ തന്നെ എത്തും. കാരണം മുല്ലപ്പെരിയാർ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 881 മീറ്റർ ഉയരത്തിലാണ്. അത്രയും ഉയരത്തിൽ നിന്നും പ്രളയജലം വെറും 169 മീറ്റർ ഉയരം മാത്രമുള്ള ഇടുക്കി ഡാമിലേക്ക് എത്തുന്നത്. വെള്ളത്തിൻ്റെ ഫോഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വളരെ വലുതാണ്. ഈ ഇടുക്കി ഡാമിൽ നിന്നും തുടർന്ന് അറബിക്കടലിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ റൂട്ട് മാപ്പ് അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതാണ്.